അക്കു നോമ്പ് തുറക്കാനാ പോണത്. നീ നോമ്പ് തുറക്കാറുണ്ടോ? നോമ്പ് തുറക്കാനാ പോണ. നോമ്പ് തുറക്കാൻ ഈ ആയുവിന്റെ വീട്ടില് നോമ്പ് തുറക്കാറുണ്ടോ? ആയുവിന്റെ അടുത്ത് പോയിട്ട് വരിഞ്ഞു കയറി തിന്നണതല്ല. ആ വേണ്ട വേണ്ട. അമ്മേന്റെ കുട്ടി ആയുവിന്റെ വീട്ടിൽ പോയി നോമ്പ് തുറക്കാറുണ്ടോ? എന്താ ചെയ്യാറ്? നോമ്പ് തുറക്കാൻ എടി നോമ്പ് തുറ പറഞ്ഞ ആരെയും വിളിച്ചിട്ട് ചെല്ലണം, അല്ലാതെ വലിഞ്ഞു കയറി ചെല്ലല്ല. തിന്നാൻ നേരാവുമ്പേക്ക് ആ ടൈമിൽ അവിടെ പോയി അമ്മേന്റെ കുട്ടി പറഞ്ഞോ? അമ്മേന്റെ കുട്ടി പറഞ്ഞോ എങ്ങനെ ആയുവിന്റെ വീട്ടിൽ നോമ്പ് തുറക്ക? ഇങ്ങനെ എടുത്തിട്ട് മുട്ടി നോക്കും. എന്നിട്ട് അതിനെ നോമ്പ് തുറക്കാൻ ടൈമിൽ അജു മിണ്ടണ്ട. അവന്റെ കുട്ടി പറ എങ്ങനെ വാതിൽ മുട്ടുവോ? എന്നിട്ട് കസാര കൊണ്ട് തുറന്നു വരും ആയു. അപ്പം എന്ത് കഴിക്കും? മോള് മുട്ടിയിട്ടാണ് തുറക്കാറ്. എന്നിട്ട് എന്താ കഴിക്കാറ് നോമ്പ് തുറന്നിട്ട്? ഇവിടെ നോള് മീൻകറി കറിയുള്ള കൂട്ടൂല, എരിയുള്ള കൂട്ടൂല. അവിടെ ഉള്ള ഒരു കുഴപ്പമില്ല. ഇത് പറ പൊന്നു. പൊന്നു എന്തൊക്കെയാ പൊന്നു കഴിക്ക? ചിക്കൻ കാലും പിന്നെ എന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് പോകുമ്പോ എന്നെ വിളിക്കണം. ചപ്പാത്തി പോയിന്റ്. പിന്നെ പോകുമ്പോ എന്നെ വിളിക്കണമെന്ന്. അത് പറ്റൂല. അല്ല നമുക്ക് ഒറ്റയ്ക്കായിട്ട് പോയിട്ട് തിന്ന് പോരാ, നമ്മളെ വിളിക്കാം. പിന്നെന്തൊക്കെയാ കഴിക്ക? അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോ ഈ ചോദിക്കണം, എന്റെ അജുമാമനും കൂടി കൊടുക്കുവോന്ന് ചോദിക്കണം. മനസ്സിലായോ? ഇത് എത്ര മണിക്കാ പോണ്? പോവാനായോ? അത്തായ വിളി തുടങ്ങിയോ? വയറുവിളി മോളെന്നാണ്. എത്ര മണിക്കാ എന്താ പോവാ? 5 മണിക്കോ? കുറച്ച് നേരത്തെ ചെല്ലണമല്ലോ, ഡെഡിക്കേഷൻ വേണല്ലോ, അല്ലെങ്കിൽ തിന്നാനായിട്ട് വരാന്ന് മനസ്സിലാവുമല്ലോ. നന്ദക്കുട്ടീന്റെ ഫ്രണ്ട് ആയുവിന്റെ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കണില്ലേ? അപ്പൊ അക്കുച്ചേട്ടന്റെ ഫ്രണ്ട് ഷാദിന്റെ വീട്ടിൽ പോയിട്ടൊന്ന് നോമ്പ് തുറന്നോട്ടെ കേട്ടോ. പക്ഷെ അക്കുച്ചേട്ടൻ ഉച്ച മുതലേ ഡയറ്റാ. വേഗം വരും. നോമ്പ് തുറന്നിട്ട് ഓടി വരും. ഉച്ച മുതൽ ഡയറ്റ് എടുത്തിട്ട് പോവാ തിന്നാൻ വേണ്ടിട്ട്. അമ്മക്ക് അമ്മയുടെ പൊന്നൂന് ആയുവിന്റെ വീട്ടിൽ പോലില്ലേ? അമ്മന്റെ പൊന്നു അനക്ക് അക്കുച്ചേട്ടന്റെ കൂടെ പോണോ? എന്തിനാ പോണ്ടത്? നോമ്പ് തുറക്കാനാണ് അജോ. ഈ വെറുതെ അങ്ങനെ പറയല്ലേ. നോമ്പ് തുറക്കാൻ ഒരു ശാസ്ത്രീയ വർഷം ഉണ്ട്, അറിയോ നമുക്ക്? നിന്റെ കുട്ടിനെ അപമാനിച്ചിട്ടല്ലടാ. കിട്ടിയില്ല, ചോദിച്ചു വാങ്ങിയല്ലേ. നിന്റെ കുട്ടിനെ അപമാനിക്കല്ലേ? എന്റെ കുട്ടി തിന്നാൻ മാത്രം പോണോളെ പിന്നെ എന്താ പറയണ്ടേ? ഓള് നോമ്പ് തുറക്കണല്ലേ? അതിന് എന്നും പോണോ? എന്തെങ്കിലും ഒരു ദിവസമൊക്കെ പോണം. മാന്യത വേണം, ലേശം ഉൾപ്പാണോ? ഓല് മിക്കവാറും വാതിലൊക്കെ പൂട്ടിയിടുന്നുണ്ട്. നോക്കോ ദൈവമേ ഇവള് പിന്നെയും വന്നോ ചോദിക്കും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിന്റെ ദൈവത്തിനെ പോലെ കാണുന്നത് എന്തേക്കും? ദൈവമേ നീ പിന്നെയും വന്നോന്ന് ചേച്ചി. അത് അന്നോടാവും, അന്നയാവും.